ആമി ചേച്ചി ദത്തേണ്ട വീട്ടിൽ ചെന്നപ്പോൾ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് ഈ ലച്ചുവാ. അല്ല, ദത്തേടിന്റെ സ്വന്തക്കാരെന്ന് പറയാൻ വേറെ ആരുമില്ല. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായി. അളിയനും ചേച്ചിയും വിരുന്നിന് വന്നപ്പോൾ അവര് ലച്ചുവിനെയും കൂട്ടി. പിന്നെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ, 2 ദിവസത്തേക്ക് വിരുന്ന് വരുന്നവരെ 2 മാസം കഴിഞ്ഞ് പോവാൻ അനുവദിച്ചോളൂ. അപ്പോ അതുവരെ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ അവളോടെ പോവാനാ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവള് വന്നതിന് ശേഷം ചെമ്പകശ്ശേരി വീട്ടിലൊരു ഉത്സവമായിരുന്നു. എന്ന് ഗംഭീര സദ്യ, പിന്നെ കസേര കളി, ഊഞ്ഞാലാട്ടം, കള്ളനും പോലീസും കളി എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണോ കളിക്കുന്നത്? എല്ലാരും കൂടും. മുത്തശ്ശിയും ആമി ചേച്ചിയും ഗോമതി ചേച്ചിയും അളിയനും എല്ലാരും ഉണ്ടാവും. എന്നാലും ഈ കള്ളനും പോലീസും കളിയും സാറ്റ് കളിയും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. അവൾ ഒളിക്കും, ഞാൻ പോയി കണ്ടുപിടിക്കും. പിന്നെ ഞാൻ ഒളിക്കും, അവൾ വന്ന് കണ്ടുപിടിക്കും. എന്റെ അമ്മോ, എന്ത് രസാണെന്നോ. അവളാണ് ഈ കള്ളക്കളിയുടെ ഉസ്താദാണ്. കണ്ടുപിടിച്ചാൽ നമ്മളെ തള്ളിയിട്ട് ഓടിച്ചെന്ന് സാറ്റടിക്കും. ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ദേഹം മുഴുവൻ മാന്തി പൊളിക്കുകയും പിച്ചയൊക്കെ ചെയ്യും. എന്റെ അമ്മോ, ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യിലും കാലിലും അവള് പിച്ചിയ പാടുകൾ. ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു മാറ്റാനേ മുത്തശ്ശിക്കും ആമി ചേച്ചിക്കും എപ്പോഴും സമയമുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ആദ്യം എപ്പോഴാ പിന്നെ കോളേജിൽ വന്നോണ്ടിരുന്നേ? ബെസ്റ്റ്. ഇത് കോളേജിൽ പഠിക്കുന്ന കാലത്തൊന്നും അല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള കഥകളാ. അല്ല, മുതിർന്നപ്പോഴും കുറുമ്പിന്റെ കാര്യത്തിൽ അവൾ ഒട്ടും പിന്നോട്ടല്ല. കണ്ണ് തെറ്റിയ എന്തെങ്കിലും ഒരു കുരുക്ക് അവൾ ഒപ്പിച്ചു വെക്കും. എന്ത് കുരുക്ക്? അല്ല, ഈ നമ്മൾ ഇരിക്കുന്ന കസേരയിൽ ഗമ്മൊട്ടിച്ചു വെക്കുക, ഇരിക്കാൻ ചെല്ലുമ്പോൾ കസേര മാറ്റിക്കളയുക, ഓർക്കാപ്പുറത്ത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് തള്ളി താഴെയിടുക എന്ന് വേണ്ട അവളുടെ കയ്യിലില്ലാത്ത ലീലാവിലാസങ്ങളൊന്നുമില്ല. അവള് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തികഞ്ഞ ജാഗ്രതയിലായിരിക്കും. ആക്രമണം ഉണ്ടാവുന്നത് ഏത് നിമിഷാന്ന് പറയാൻ പറ്റൂല. അല്ല, ഇനി ആയാലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. പൂജ, താനും ഒന്ന് കരുതിയിരിക്കണം, നല്ല കേട്ടോ. അതിന് ഞാനെന്തിനാ കരുതിയിരിക്കുന്നേ? ഞങ്ങള് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. അവൾക്കേ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഫുൾ ടൈം കോമഡിയാ. എന്റെ അടുത്ത് ആ കോമഡി ഒന്നും നടക്കില്ല. ഓ, അതെന്താ, തന്നെ ഈ കോമഡി ഇഷ്ടമല്ലേ? കോമഡിയൊക്കെ ഇഷ്ടാ, പക്ഷെ ഇത്തരം നിലവാരം കുറഞ്ഞ ഔട്ട്ഡേറ്റഡ് കോമഡികളൊന്നും ഇഷ്ടല്ല. അയ്യോ, ഇത് ഔട്ട്ഡേറ്റഡ് ഒന്നും അല്ല, നല്ല ഫ്രഷ് ഐറ്റംസാ. ഇനി താൻ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ പൂജ ഒരു 2 ദിവസം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, താൻ വരെ സമ്മതിച്ചു തരും ഇതുപോലെ സ്മാർട്ടായ ഒരു പെണ്ണിനെ ഈ ഭൂമിയിൽ വരെ കണ്ടിട്ടില്ല. എന്നാ പിന്നെ താനെന്താ കല്യാണം ആലോചിക്കാത്ത? അതിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ കണ്ട അപ്പ തുടങ്ങും അടിയും പിടിയും. മുഖാമുഖം നോക്കിയ കീരി ബാബു. പിന്നെ പോവാൻ നേരം കെട്ടിപ്പിടിച്ചൊന്ന് കരയും. അതിൻ്റെ ഇടയിൽ എപ്പോഴാ ഈ പ്രപ്പോസൽ വെക്കുന്നത്? അപ്പോ പ്രപ്പോസൽ വെച്ചിരുന്നെങ്കിൽ കല്യാണം നടക്കുമായിരുന്നല്ലേ? അല്ല, ഒരു മാറ്റ കല്യാണത്തിന് സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ? അതിനു മുമ്പ് അവള് വേണമെങ്കിൽ ബാംഗ്ലൂർ പോയില്ലേ, താനാണെങ്കിൽ എന്റെ മനസ്സിടിച്ച് കയറുകയും ചെയ്തു. ഇപ്പോഴും തന്റെ മനസ്സിൽ അവളുണ്ടോ? ഉണ്ടെങ്കിൽ താൻ അവളെ എനിക്ക് കെട്ടിച്ചു തരും. പിന്നെന്താ, പറഞ്ഞാ മതി, ഞാൻ റെഡി. ഓ, ഇപ്പൊ ഇതൊക്കെ പറയും, കാര്യത്തോട് അടുക്കുമ്പോ അറിയാം. ദത്തന്റെ വയറിനിപ്പ് എങ്ങനെയുണ്ട്? ഓ, അതൊക്കെ അങ്ങ് പോയി. അതിലും വലിയ ആദ്യം ഒന്ന് കയറിയപ്പോ ഇപ്പൊ വയറ് കത്തുവാ. ലച്ചു ദത്തന്റെ സ്വന്തം പെങ്ങളല്ലേ, അവളെ പറ്റി ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, കഷ്ടമുണ്ട്. നന്നായിരിക്കുന്നു. അതെ, നിനക്ക് അവളെ കുറിച്ച് അറിയാത്തോണ്ടാ. 2 ദിവസം കഴിഞ്ഞോട്ടെ, അപ്പൊ അറിഞ്ഞോളൂ. എനിക്കറിയാത്തതാണോ അവളെ? ഏട്ടൻ എന്നെ കല്യാണം കഴിക്കുമ്പോ അവള് സ്കൂൾ കുട്ടിയാ, 9-ലോ 10-ലോ മറ്റോ പഠിക്കുക. ഞാൻ എന്തുമാത്രം അവളെ ഊട്ട് ഉറക്കൊക്കെ ചെയ്തതാ. എടീ, അത് അവൾ അടയ്ക്കായിരുന്ന കാലത്ത്. ഇതിപ്പോ അടയ്ക്കാൻ മരമല്ലേ, എടുത്ത് മടി വെക്കാൻ പറ്റുമോ? സ്നേഹം ഉണ്ടെങ്കിൽ ഏത് അടയ്ക്കാൻ നീ ഒന്ന് വെച്ച് കാണിച്ചു തരണേ. എന്റെ ആമി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവളുടെ കാര്യം പറയുമ്പോഴൊക്കെ ദത്തട്ട് ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഒന്നുകിൽ എല്ലാം എന്നോട് തുറന്നു പറ, അല്ലെങ്കിൽ പിന്നെ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞു എന്നെ കൂടെ ടെൻഷൻ ആക്കാതെ. അതെ, അതുകൊണ്ട് തന്നെ നിന്നോട് ഞാനൊന്നും പറയാത്തത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി
ഞാൻ അവളെ കൊണ്ട് അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്താ ദത്തേട്ടാ? എനിക്കും വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ അവളവിടെ എന്തൊക്കെയോ വലിയ ഇഷ്യൂസിലായിരുന്നു എന്നാണ് ശ്രുതി പറഞ്ഞത്. എനിക്ക് വേണ്ടി അവൾ അതിനുള്ള അന്വേഷണത്തിലായിരുന്നു. ഞാനും ശ്രുതിയും തമ്മിൽ കണ്ടതും സംസാരിച്ചല്ല അതിനു വേണ്ടിയിട്ടായിരുന്നു. അതിനിടയിൽ നിന്റെ വേണ്ടാത്ത ഓരോ സംശയങ്ങൾ. സത്യം പറയാലോ, ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. സോറി ദത്തേട്ടാ, ഐ എം സോറി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ എങ്ങനെയെങ്കിലും നമ്മുടെ റൂട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇനി വഴിയുള്ളൂ. ഏതായാലും അവളിപ്പോ ഇവിടെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ, എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. വെക്കേഷൻ കഴിയാൻ നോക്കി നിൽക്കുന്നില്ല. അതിനുമ്പ് മറ്റെന്തെങ്കിലും കോഴ്സ് കണ്ടുപിടിച്ച് അവളെ പറഞ്ഞയക്കാൻ നോക്കണം. അവളെ പറഞ്ഞേക്കാൻ ദത്തേട്ടൻ എന്താ എത്ര തിടുക്കം? അവൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ, എനിക്കൊരു കൂട്ടാവൂല്ലോ. അത് വേണോ ആമി? വേണം ദത്തേട്ടാ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നിന്റെ ഇഷ്ടം. പക്ഷേ നാളെ ഇതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താൻ ഇടയാവരുത്. ആര് കുറ്റപ്പെടുത്താൻ? ദത്തേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ആഹാ, കൊള്ളാലോ. ആഹാ, മോളെ, പ്രണയ ജോഡികൾക്ക് പിരിയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും സാരമില്ല, ഞാൻ എന്റെ നാത്തൂന്റെ കൂടെ കിടക്കത്തുള്ളൂ. എന്റെ പൊന്നോ, ഒന്ന് വിളിച്ചോണ്ട് പോവോ? ബാക്കിയുള്ളവ ഇന്നൊരു രാത്രിയെങ്കിലും ഇവളുടെ കൂർക്കമലി കേൾക്കാതെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ. അയ്യോടാ, കൂർക്കം വലിക്കാത്തൊരു മോൻ. എന്റെ പൊന്നു മോളെ, ഈ മനുഷ്യനുണ്ടല്ലോ കൂർക്കം വലിച്ച് തള്ളി തള്ളി ഹൈവേയിൽ കിടക്കുന്ന വണ്ടി എടുത്ത് MC റോഡിക്കൊണ്ട് എന്നിട്ട് എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ മോളെ? പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, നമുക്ക് ഉറങ്ങിയേക്കാം. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏട്ടത്തി വാ. ഒരമ്മ പെറ്റ നാത്തൂമാര് രാവിലെ എന്താകും? ചേച്ചി എവിടെ? ഈ ആമി ചേച്ചി ഇതെവിടെ പോയി? ഇത്ര നേരത്തെ എഴുന്നേറ്റോ? ആമി ചേച്ചി, ആമി ചേച്ചി, ആമി ചേച്ചി ഇതെവിടെ പോയി? അത് ശരി, വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കുവല്ലേ? ഞാനിപ്പൊ ശരിയാക്കി തരാം. മുത്തശ്ശി, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുവാണോ? ഇവിടെ നടക്കുന്ന വല്ലോ നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്താ മോളെ? വാ, കാണിച്ചു തരാം. എന്താ മോളെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കംപ്ലീറ്റ് കുഴപ്പോ? വന്നേ, വീഴും ഇങ്ങോട്ട് വന്നേ. വിടുമോളെ, ഞാനിപ്പോ വീഴുമല്ലോ. നടക്ക്. എന്താ എന്താ കാര്യം? വാ, കാണിച്ചു തരാം. ആരും ഒച്ച ഉണ്ടാക്കല്ലേ? വിട്. ഓ, എന്താ എന്താ? മോള് വാ, നോക്കാം. എന്താ മോളെ? എന്താ? വാ വാ വാ. ദേ നോക്കിയേ. ഇന്നലെ രാത്രി എന്റെ കൂടെ കിടന്ന നാത്തൂന്റെ അവസ്ഥ കണ്ടില്ലേ? അളിയ ഉണത്തണ്ടടാ, കിടന്നോട്ടെ. ഓ പിന്നെ നേരെ എത്രയെന്ന വിചാരം? ഈ അളിയൻ ഓഫീസിലൊന്നും പോണ്ടേ? അളിയ അളിയോ അളിയോ എടാ വേണ്ടടാ. അളിയോ അങ്ങോട്ട് എണീക്കളിയോ? എന്താ തുമ്പിക്കയ്യോ? അയ്യോ.